ഹായ്, അസ്സലാമു അലൈക്കും. ഇത് മാഡ് ക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ഔട്ട് ചെയ്യാണ്. നമ്മളൊരു കബ്സ കിറ്റ് വാങ്ങിയിട്ട് അത് ഉണ്ടാക്കി വെക്കാണ്. ഇതൊരു കുക്കിംഗ് ചാനലോ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗായിട്ട് കാണുകയേ വേണ്ട. ഇത് നോക്കി ആരും പഠിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ആരെയും നല്ല കബ്സ ഉണ്ടാക്കണമെങ്കിൽ നല്ല കുക്കിംഗ് ചാനലിൽ പോയി നോക്കുക. അതിൻ്റെ വ്ളോഗ് കണ്ടാൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പരിചയപ്പെടുത്താണ്. ഇതിപ്പോൾ മാഗി ക്യൂബ്, ഉണക്ക നാരങ്ങ, ഇത് കബ്സ മസാല, മല്ലി, കുരുമുളക്, ടൊമാറ്റോ കെച്ചപ്പ്, ഓയിൽ, ഇതൊക്കെ ഈ കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതൊന്നും സെപ്പറേറ്റ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നല്ല വിശദമായിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് വായിച്ച് ഉണ്ടാക്കണം. ഇത് പറയാൻ ഒരു കാരണമുണ്ട്, അത് ലാസ്റ്റേ കാണുള്ളൂ. ഇതിൽ നമ്മുടെ ബസ്മതി അരി ഇതിൽ തന്നെ ഉണ്ടാവും. അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ അതിൽ ഉള്ളി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കൊരു ഇഷ്ടം പോലെ ഒരു സുമാറ് ഉള്ളി എടുത്താൽ മതി. അങ്ങനെ ഒരു 3 ഉള്ളി എടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല ക്ലീൻ ചെയ്ത ഉള്ളി, പിന്നെ ആ ക്ലീൻ ചെയ്ത ഉള്ളി നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. ആ ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്തിട്ടാണ് ഭയങ്കര സ്പീഡിങ്ങിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളി ചോപ്പ് ചെയ്ത് മുറിക്കുകയാണ്. പിന്നെ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ സാധാ നമ്മളൊരു ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുക അതുപോലെയാണ്. പക്ഷേ ഇതിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ തക്കാളി കുറച്ചൊരു ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ട് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് പീൽ ഔട്ട് ചെയ്യുക. ഇത് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 തക്കാളി നമ്മളിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കബ്സ കിറ്റിൽ പറഞ്ഞത് ഒരു 100 ഗ്രാം തക്കാളി എന്നാണ്. 100 ഗ്രാം തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു 4 എണ്ണമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളൊരു 4 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരു നടുവ് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ നല്ലോണം പേസ്റ്റാക്കി കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോയിക്കും. എന്നാലും ഞങ്ങൾ ബാക്കിയെല്ലാം കൂടി എടുത്തിട്ട് ഒരു ബൗളിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു എണ്ണ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടി ഇടാണ്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് വെക്കുന്നത്. വിട്ട് കളയരുതല്ലോ, നമ്മളൊരു വെറൈറ്റി ആണല്ലോ എല്ലാത്തിൻ്റെ ഒരു മെയിൻ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആക്കി നോക്കിയതിനും നല്ലോണം പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ വീട്ടിലെ ഏറ്റവും വലിയ പാത്രം തന്നെ എടുത്തിട്ട് ഒന്നും നമ്മൾ കുറക്കരുത്. എന്നിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച ആ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇത് കുക്കർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇത് അതിലൊരു വലിയ പാത്രം എടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാത്രം എടുത്ത്. ഇതൊന്നും കണ്ടാരും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഒരു ഏകദേശം വെച്ച് നമ്മളങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് അവസാനം എല്ലാം കൂടി അതിലേക്ക് അങ്ങിടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടാവും ഇത്ര ഉള്ളി വേണ്ട. സത്യം പറഞ്ഞാൽ ഇത്ര ഉള്ളി വേണ്ട, ഇത് കുറച്ചൊന്നും അധികമായിപ്പോയി. പക്ഷെ സാരമില്ല, വെറൈറ്റി ആണല്ലോ, അപ്പം കുറച്ച് ഉള്ളി അധികം ഇടാം. അങ്ങനെ ആ ഉള്ളി ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടിയിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി എടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ആ എണ്ണയിലിട്ടിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം.
ഇത് കുറച്ച് അധികം ഉള്ളിയായിപ്പോയി, അതുകൊണ്ട് ഇത് എത്ര വയറ്റിയിട്ടും ഇത് അങ്ങോട്ട് ചോക്കുന്നില്ല. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ പിന്നെ എന്താക്കി ബാക്കി നേരത്തെ എടുത്ത് വെച്ച പേസ്റ്റാക്കി വെച്ച തക്കാളി ഇലയിൽ കൂടി അങ്ങ് ഒഴിച്ച് എന്നിട്ടിങ്ങനെ നല്ല വെട്ടിത്തിളക്കുന്നതാണില്ലേ, അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ട്, അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങളിങ്ങനെ ആ പാക്കറ്റ് നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആ പാക്കറ്റ് നോക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുളമായിപ്പോവും. എന്നിട്ടിങ്ങനെ നല്ലോണം ഇളക്കുകയാണ്. എന്നിട്ടിപ്പോൾ നേരത്തെ നമ്മളെടുത്ത് വെച്ച ഉണക്ക നാരങ്ങയും മല്ലി കുരുമുളകൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആ മാഗി ക്യൂബ് ഇട്ടിക്കില്ല, അത് നല്ലോണം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഒടച്ചൊടച്ചൊടച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മളൊരു വെറൈറ്റിക്ക് ഇതിൽ ഒരു മാഗി ക്യൂബ് ഇടാനാണ് ഞങ്ങൾ എക്സ്ട്രാ ഒരു മാഗി ക്യൂബ് കൂടി വാങ്ങിയിട്ട് ഒന്നുകൂടി ഇട്ട്, ടേസ്റ്റ് കൂടാണല്ലോ. ഒന്നിന് പകരം ഞങ്ങൾ 2 മാഗി ക്യൂബ് ഇട്ട്, അവിടെ ഞങ്ങൾ കുറച്ചില്ല ഉള്ളി നല്ല ഇഷ്ടം പോലെ ഇട്ടൊക്കെ മാഗി ക്യൂബും. പിന്നെ നമ്മളെ മെയിനായിട്ട് ഇതിലേക്കുള്ളതാണ് കബ്സ മസാല, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നല്ലോണം അറ്റം ഇങ്ങനെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉടച്ച് പേസ്റ്റാക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ചിലപ്പോൾ ഒന്ന് അടി പിടിക്കും, അത് അടി പിടിക്കണമല്ലോ, അപ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ അതങ്ങനെ അടി പിടിച്ചത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. അപ്പോൾ ഈ അടി പിടിച്ച് ടേസ്റ്റ് കിട്ടുന്നത് എന്തിനാ, സ്മോക്കി ഫീലാണ്. അങ്ങനെ ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കാം. പക്ഷേ ചില എക്സ്പേർട്സിനൊന്നും അടി പിടിക്കാൻ സാധ്യതയില്ല, പക്ഷെ നല്ല അടിപൊളി കുക്കിംഗ് ആണെങ്കിൽ അടി പിടിക്കണം. പിന്നെ ഈ സാധനം ഇങ്ങനെ ഈ ഉണക്കനാരം ഇങ്ങനെ മുകളിലിങ്ങനെ പൊന്തി കിടക്കുന്നതാണോ, ഇത് എത്ര താത്തിയാലും താകുന്നില്ല. അപ്പം നമ്മളത് ജസ്റ്റ് എടുത്തിട്ട് അതങ്ങനെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ലതായിട്ട് നല്ല വെട്ടിത്തിളക്കുന്നുണ്ട്, കാണാൻ നല്ല സൂപ്പറും നല്ല മൊഞ്ചുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ നാരങ്ങ താവാത്തെന്താ. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കൻ എല്ലാം കൂടി അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ചിട്ടില്ലേ, അങ്ങനെ ആ അരിയും കൂടിയിട്ട് നമ്മളിങ്ങനെ വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ഇത്ര വെള്ളം? ഞങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിൽ പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. നല്ല സൂപ്പർ അറേബ്യൻ കബ്സൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് എല്ലാവരും ആ കബ്സയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ്. ഇതാ നമ്മളെ സൂപ്പർ കബ്സ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല സ്മെല്ലുള്ള, നല്ല ഡെക്കറേറ്റ് ആയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കബ്സ മാത്രമായിരിക്കും കാണുക, പക്ഷേ ഞങ്ങളെ കുക്കിംഗ് ചാനലിൽ ഞങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് സൂപ്പും കൂടി കിട്ടും. കബ്സ പ്ലസ് സൂപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഉച്ചക്ക് കബ്സ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം സൂപ്പും കുടിക്കാം. അത്രയ്ക്ക് വെള്ളം കൂടിപ്പോയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളമൊക്കെ എടുക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ എടുക്കണം, ആവശ്യത്തിന് അനാവശ്യത്തിന് വെള്ളം എടുക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റും കൂടി ചെയ്തേ.